ഇഡ്ഡലി കഴിച്ചില്ലേ? എന്തൊക്കെ ഉള്ളവിടെ പോയി മോളെ. ആ മോളെ, കൊച്ചച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നോ? എന്താ കാര്യം? അതെന്താ കാര്യം അറിയാം മോളെ? പിന്നെ മോൾക്കിപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയില്ലേ? പിന്നെ ഇന്നാളൊരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അവര് കൊച്ചച്ഛനെ വിളിച്ച് സ്വൈരം കൊടുക്കുന്നില്ലാന്ന്. മോളെ ഇവർക്ക് നല്ലോണം അങ്ങ് ഇഷ്ടപ്പെട്ടു, നമ്മുടെ കുടുംബവും ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ മോളുടെ സമ്മതം ചോദിച്ചിട്ടേ അവന് വിവരം അറിയിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അവിടെയോ അച്ഛനും മോനും നല്ല ജോലി, പിന്നെ അമ്മ മാത്രം വീട്ടിലിരിക്കുന്നത്. മോൾക്ക് അവിടെ പോയ സുഖമായിരിക്കും. നമ്മൾക്കേ അവർക്കൊന്ന് വാക്ക് കൊടുത്താലോ? അമ്മേ, എനിക്കാകെ 3 മാസമല്ലേ ആയിട്ടുള്ളൂ ഈ ജോലി കിട്ടിയിട്ട്. ഇനിയിപ്പോ കല്യാണം എങ്ങാനും ശരിയായാല് 2-3 മാസം കൊണ്ട് കല്യാണവും കഴിയും. ഞാനൊരു ആഗ്രഹം പറയട്ടെ. ഞാൻ തന്നെ ജോലി ചെയ്ത് എനിക്ക് ആവശ്യമുള്ള സ്വർണവും പണവും ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അതാണ് എന്റെ തീരുമാനം. അതിന്റെ ഇടയിൽ നിങ്ങൾ ഈ കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യും? അതിന് ആവശ്യമില്ല മോളെ. മോൾക്ക് വേണ്ടിയുള്ള സ്വർണ്ണം അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. മോളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ തന്നെ എനിക്ക് 10-25 വയസ്സായി. ഇനി ജോലി ചെയ്ത് സ്വർണം ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി അപ്പോഴേക്കും വയസ്സ് എത്രയാകുമെന്ന് പറഞ്ഞിട്ടാ? പിന്നെ ഇതുപോലെ ഒരു ബന്ധം കിട്ടുന്ന മോൾക്ക് തോന്നുന്നോ? എന്തായാലും 10, 32, 33 വയസ്സെങ്കിലും കല്യാണം കഴിച്ചാലേ അതിനനുസരിച്ച് ചെക്കന്മാരിലേ കിട്ടുള്ളൂ. ഇതാണെങ്കിൽ നല്ല കുടുംബം, പറ്റിയ ചെക്കൻ. മോളൊന്ന് സമ്മതിച്ചാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും നോക്കിക്കോളാം. ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ നിങ്ങൾ എന്താ വെച്ചാൽ തീരുമാനിച്ചു. എന്തായാലും മോള് സമ്മതിച്ചു വയ്ക്കേ. നമുക്ക് അവരെ വിളിച്ച് നോക്കാൻ പറഞ്ഞാലും മഞ്ചേ. എന്നാ പിന്നെ അതാ നല്ലത്. പിന്നെ അവരെ വിളിച്ചിട്ട് ഇന്ന് തന്നെ കാര്യങ്ങൾ പറയും. അല്ലേ മോളെ? ഇന്ന് എന്ന ശേഷം ബന്ധുക്കാരനെ മുഴുവനും വിളിച്ച് പറയും. എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ തീരുമാനിക്കാം. എന്നാലും പെൺകുട്ടികൾ ഇങ്ങനെ വളർന്ന് വീട്ടിലിരിക്കുമ്പോഴേ അമ്മയായി എനിക്ക് ഒരു സമാധാനവും ഇല്ല. അവളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ. ഇതുവരെ ജോലി 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 എന്നായി. ഇനിയിപ്പോ ജോലി കിട്ടിയപ്പോൾ കല്യാണം കല്യാണം എന്നായി. അങ്ങനെ ആയിരിക്കില്ലേ അമ്മമാരെപ്പോഴും? അല്ല അച്ഛാ, നിങ്ങൾ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ പഠിപ്പിച്ചത്. ഇതിപ്പോ ജോലി കിട്ടിയ പഠനം കല്യാണം കഴിപ്പിച്ചു വിട്ടാ പിന്നെ നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്ത് ഉപകാരം ഉണ്ടാവുക? ഞങ്ങൾക്കൊന്നും വേണ്ട മോളെ. നീ എവിടെ പോയാലും സന്തോഷമായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ജോലി ആക്കുന്നത്. എന്നാ പിന്നെ അച്ഛനമ്മ എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിക്കും. എന്നവാ ആ നീതു, അവൾ എത്തിയിട്ടുണ്ട്. അവള് ഇന്നലെ രാത്രി എത്തിയത്. ആ ഇനിയിപ്പോ ആയില്ലേ കല്യാണം? അടുത്ത മാസം 14-ാം തീയതി അല്ലേ? ഇല്ല, സ്വർണ്ണം ഒന്നും പുതിയതായിട്ട് ഒന്നും വാങ്ങുന്നില്ല. ഇവിടെ സ്വർണം കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അവൾക്ക് വേണ്ടിയത്. അതുകൊണ്ട് പിന്നെ അവളുടെ അച്ഛൻ പറയുന്നതുകൊണ്ട് എന്തെങ്കിലും 4-5 പവൻ എടുക്കണം എന്നുള്ളത്. മോള് പറഞ്ഞു ഒന്നും വേണ്ട അച്ഛാ, ഉള്ളത് മതി എനിക്ക് എന്നുള്ളത്. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ കയ്യിലുള്ള സ്വർണ്ണം അങ്ങ് കൊടുക്കും. പിന്നെ അവരൊന്നും വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അവരൊന്നും വേണ്ട പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ഇറക്കുന്ന ഒരു മര്യാദയല്ലല്ലോ. ശരി എന്നാ, ശരി. എന്താ മോള് വന്നു. എന്താ മോളെ? ശരി കേട്ടോ, ഞാൻ പിന്നെ വിളിക്കാം. അമ്മേ, ഇത് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഡ്രസ്സ് എടുക്കാനായിട്ട് അവരിറങ്ങിയത്രേ. അവര് വിളിച്ചിട്ടുണ്ടായിരുന്നോ? എന്നാ പിന്നെ മോള് പൊയ്ക്കോ. എന്തായാലും ഒരുങ്ങിയില്ലേ? അമ്മേ, ഞാൻ ഒരുങ്ങി. ഇത് പോരമ്മേ. പിന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞതാ ഇന്ന് പോണ്ടാന്ന്. ഞാൻ ഇന്നലെ രാത്രി വന്നല്ലുള്ളൂ, എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു. പിന്നെ അവരെ കസിൻസ് ഒക്കെ ഒരുമിച്ച് വന്നിരിക്കുക. ഞാൻ എങ്ങനെയായിട്ടാ മുടക്കേ? കല്യാണത്തിന് തുണിയെടുക്കാൻ പോകുമ്പോ നീയേ ഒന്നും നോക്കണ്ട. അങ്ങനെയൊന്നും അവരോട് പറയാൻ പറ്റില്ല. കുറച്ചു സമയം അവന്റെ വീട്ടിൽ പോകേണ്ട കുട്ടിയാ. ഇങ്ങനെ പറഞ്ഞ അവരെന്താ വിചാരിക്കുക? മോളൊരു കാര്യം ചെയ്യ്, വേഗം പോകാൻ നോക്കിക്കേ. എന്നാ ശരി അമ്മേ, ഞാൻ റോട്ടിലേക്ക് നിൽക്കട്ടെ. എന്നാ പിന്നെ മോള് വേഗം ചെല്ലേ. മഞ്ചേ, ഒരു ഗ്ലാസ് വെള്ളം എടുക്ക്. കത്തേ ഒരുവിധം കൊടുത്തു കഴിഞ്ഞിട്ടാ. എന്താ വെള്ളം കൊണ്ട് വരുന്നു? ഞാൻ വിചാരിച്ചത് എന്താ ഇത്ര നേരം കാണില്ല പറഞ്ഞ ചോറും കറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. എവിടെ രാഘവേട്ടൻ എവിടെ? ഞാൻ വിളിച്ചതാ, പക്ഷെ അവൻ വേണ്ട പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാ? അയ്യോ, മൂപ്പർ ഇത്ര നേരമേ കത്ത് കൊടുക്കാൻ വേണ്ടി വെയിലത്ത് കഷ്ടപ്പെട്ട് വന്നതല്ലേ. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കാത്തിരുന്നതായിരുന്നു കേട്ടാ. സാരമില്ല. പിന്നെ ഒരുവിധം കത്തൊക്കെ കൊടുത്തു കഴിഞ്ഞല്ലേ പറഞ്ഞത്? ഇനിയിപ്പോ എവിടെ കൊടുക്കാനുള്ള സുധാട്ടാ? ഈ തെക്കടുത്ത് 10-15 കൊടുന്നു മഞ്ച. ഇന്ന് ആകൂല, ഇപ്പൊ നാളെ കൊടുക്കാം. നാളെ രാവിലെ നേരത്തെ വെയിലാകുമ്പോഴേക്ക് കത്ത് കൊടുത്തിട്ട് വന്നാൽ മതി സുധാട്ടാ. ഒരു 1.5 മാസമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഓട്ടം. നിങ്ങളെ വെള്ളം കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരും, ഞാൻ ചോറെടുത്ത് വെക്കാം കേട്ടോ. ഒറ്റയ്ക്ക് എന്നെ ഓടണ്ടേ, എന്താക്കാനാ? അമ്മേ, അമ്മേ, എവിടെ പോയി? ഞാൻ വരുന്നു പറഞ്ഞല്ലേ. അമ്മേ,
ആ അത് ശരി. ഞാൻ നോക്കി നോക്കി ഇരിക്കുക മോളെ. നീ എന്ത് ഇത്ര വൈകി? അല്ല, മരുമോനോടെ? ഏട്ടനൊന്നും വന്നിട്ടില്ല. നാളെ എനിക്ക് ബാംഗ്ലൂരിൽ പോണ്ടേ. അപ്പൊ ഏട്ടൻ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിക്കാന്ന് പറഞ്ഞിട്ട് പോയതാ. അയ്യോ, മരുമോൻ വന്നില്ല. ഞാൻ മരുമോനും വരും പറഞ്ഞവിടെ എന്തെല്ലാം ഭക്ഷണങ്ങൾ ആക്കി വെച്ചിരിക്കുന്ന അറിയോ. അത് സാരമില്ല. അന്നേ നിങ്ങൾ രണ്ടാളും കൂടി വന്നപ്പോ എനിക്ക് ഒരു കാര്യം ചോദിക്കാനോ പറയാനോ ഒന്നും പറ്റിയില്ല. പിന്നെ മോളെ, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം? ഓരോന്നോരോന്നായി എൻ്റെ അമ്മ അടുത്ത് പറഞ്ഞതാ. എന്താണ് അമ്മേ, ഞാൻ അവിടെ എന്ത് പറഞ്ഞു തരാനാ? അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനായാലും എന്നെ ഭയങ്കര സ്നേഹ. പിന്നെ അമ്മയാണെങ്കിൽ ഒരു പാവുക, നല്ല സ്നേഹം എന്നോട്. അമ്മേ, അവിടുത്തെ അമ്മയാണല്ലോ എന്നെ കൊണ്ട് അടുക്കളയിൽ ഒരു പണി എടുപ്പിക്കത്തില്ല. ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാന്ന് വെച്ച് പോവുകയാണെങ്കിൽ തന്നെ വേണ്ട മോളെ വേണ്ട മോളെ, ഞാൻ ചെയ്തോളാം ചെയ്തോളാം എന്നാ പറയാ. ഹോസ്റ്റലിൽ നിന്ന് കുട്ടിയല്ലേ, അങ്ങനെ പണിയൊന്നും വലിയ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യിക്കാറില്ല. എന്തോ എനിക്ക് മോളെ നിന്റെ അമ്മായിയമ്മന്റെ മുഖം കണ്ടിട്ടേ അവന്റെ സ്വഭാവം അങ്ങ് അത്രയ്ക്ക് നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ മുഖത്ത് എവിടേക്ക് കുറെ കുശുമ്പുള്ള പോലെ. പിന്നെ നീ എനിക്ക് കളങ്കമില്ലാത്തൊരു മനസ്സാണ് നിന്റെ. കണ്ടും കേട്ടും അറിഞ്ഞും വേണം ജീവിക്കാൻ. അമ്മായിയമ്മനെയും അമ്മാനച്ഛനെയും നല്ലപോലെ സൂക്ഷ്മതയോടുകൂടി ഒന്ന് കുറേ ദിവസങ്ങൾ നിരീക്ഷിക്കണം. ഇനിയിപ്പോ എവിടെ നിരീക്ഷിക്കാൻ സമയം? നീ പോകുകയല്ലേ. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? പാവം അമ്മ അത്. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ ദൂരെ പോയി പണിയെടുക്കുന്നതിന്. കുറച്ചും കൂടെ ലീവ് എടുക്കട്ടെ എന്ന് ഏട്ടൻ പറഞ്ഞിട്ട് പോലും അമ്മ സമ്മതിച്ചിട്ടില്ല. കാരണം നല്ല പഠിച്ച കുട്ടിയാണ്, ജോലി എടുത്തോട്ടെ എന്നാ പറയുന്നത്. എന്തിനാ പാവത്തിന് വെറുതെ ഇങ്ങനെ പറയുന്നത്? ഓ എന്റെ ദൈവമേ, ഈ പെണ്ണിന്റെ അടുത്ത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? മോളെ, പഠിച്ച കുട്ടിയാണ്, ലീവാക്കണ്ട, ജോലിക്ക് വൈക്കോട്ടെ ഒരു വെറും പറച്ചല. അവർക്കറിയാം നല്ല പോലെ മോൾക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്നുള്ളത്. പിന്നെ അതെന്ത് വിട്ടേക്ക്. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ 1 രൂപ പോലും അമ്മയ്ക്കോ ഭർത്താവിനോ ആയ അച്ഛനോ കൊടുക്കണ്ട. മുഴുവനും നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്. ഈ അമ്മ എന്തൊക്കെയാ പറഞ്ഞിരുന്നേ? കല്യാണം കണ്ട ആകെ 1 മാസം ആയിട്ടേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും ആ പൈസ നീ എടുക്കണ്ട. പിന്നെ പിന്നെ ഞാൻ അവിടുത്തെ വിശേഷം ചോദിക്കാം കുട്ടിൻ്റെ അടുത്ത്. അച്ഛനോ മോളെ നല്ല സ്വഭാവമായിരിക്കും അല്ലേ? മോളെ, നിന്റെ അമ്മന്റെ ഭർത്താവിനെ നീ ഇവിടെ എങ്ങനെയാ പഴകുന്നത് അതേമാതിരി ആയിരിക്കും നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ പഴകണം കേട്ടോ. മനുഷ്യ, നിങ്ങൾ 83-ലെ വർത്തമാനം ഇപ്പൊ പറയണ്ട. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരാ. ഇപ്പൊ ഭർത്താവിന്റെ അച്ഛനും അമ്മനും ഒന്നും സ്നേഹിക്കുന്നില്ല ഇപ്പൊ ആരും. മോളെ, അച്ഛൻ പറയുന്നത് കേൾക്കണ്ട, അമ്മ പറയുന്നത് കേൾക്ക്. ഇത് നല്ലൊരു ഭാവി ഉണ്ടാവും. ആ, നല്ല ഭാവി ഉണ്ടാവും വീട്ടിൽ വന്നിരിക്കുന്നത്. മോളെ, ഇപ്പൊ നിന്റെ അച്ഛൻ പറഞ്ഞു തന്നില്ലേ, ഇപ്പൊ ഞങ്ങൾ നീ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെയും കാണുക എന്നുള്ളത്. ഇതുപോലെ തന്നെയായിരുന്നു എന്റെ കല്യാണം കഴിയുന്ന സമയത്ത് എന്റെ അമ്മയും അച്ഛനും എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നത്. അതുപോലെ ഞാൻ അവിടെ പോയി മോളെ, ഈ അമ്മായിയമ്മ എന്നെ കാണുമ്പോഴേക്കും രാവിലെ എന്റെ പണിയെടുക്കുക, എന്താ എത്ര നേരം കിടന്നണിക്കാൻ പറയുന്നുണ്ട്, പിന്നെ അതെടുക്ക് ഇതെടുക്ക്, അവിടെ വെക്ക് ഇവിടെ വെക്ക്. എന്റെ പൊന്നു മോളെ, ഞാനിത് ആലെല്ലാം വിറയ്ക്കും പോലെ വിറയ്ക്കായിരുന്നു ഈ അമ്മായിയമ്മന്റെ വർത്തമാനം കേട്ടിട്ട്. അങ്ങനെ മൂന്നാമൊക്കെ എന്റെ വീട്ടിലേക്ക് വിരുന്ന് കൂട്ടിയിട്ട് പോയി. അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ അച്ഛാ, ഞാൻ എന്തായാലും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകില്ല, എനിക്ക് കല്യാണവും വേണ്ട, ഞാൻ ഭർത്താവിന്റെ വീട്ടിൽ പോകൂല്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, ഈ അമ്മായിയമ്മ എന്നെ വിറപ്പിക്കണോ പറഞ്ഞു. ഞാൻ അങ്ങനെ പേടിച്ചിട്ടുണ്ട് മോളെ. അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം. അത് കാരണം എനിക്ക് ഞാൻ പറഞ്ഞു തരിക. എന്റെ അച്ഛന്റെ ഭാഗത്താണ് നീ കേൾക്കണ്ട. അമ്മ ഇന്നല്ലേ അച്ഛമ്മൻ ഓരോന്നും പറയല്? അച്ഛമ്മ എന്തൊരു പാവാ അല്ല അച്ഛ? എന്റെ അമ്മനെ കൊണ്ട് ഒരു കുഴപ്പമില്ല മോളെ. ഇവിടെ കണ്ടോ എന്റെ അമ്മ പേടിച്ചു പോയി. പിന്നെ ഞാൻ എന്താ രാക്ഷസിയാണല്ലോ? നിങ്ങളുടെ അമ്മ എന്നെ കണ്ടതും പേടിക്കേ? പിന്നെ നാട്ടിൽ മുഴുവനും പെണ്ണ് കിട്ടാണ് ഇത്രയും ദൂരം വരെ വന്ന് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടത്. എന്റെ മോളെ, എന്നെ എന്ന് നിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയോ എന്റെ ജീവിതം അതോടങ്ങ് പോയി. മോളെ, നിന്റെ അമ്മന്റെ സ്വഭാവം ഉണ്ടല്ലോ. മതി മതി നിർത്ത്. നിങ്ങൾ രണ്ടുപേരെ വഴക്ക് വെക്കാനാണോ ഞാൻ വന്നേ? വരും ഭക്ഷണം കഴിക്കേ. വാ മോളെ. എന്താ ചെമ്പുക? ഇല്ലില്ല, മോള് ഇവിടെ ഇല്ല, അവള് ബാംഗ്ലൂർ തന്നെ. നല്ലൊരു കുടുംബം എന്റെ മോൾക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല സ്നേഹമുള്ള ഭർത്താവും അച്ഛനും അമ്മയും. എന്റെ മോളാണെങ്കിലോ അവരോട് അതിലേറെ സ്നേഹം. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അങ്ങനെയല്ല അവളിവിടെ വളർത്തിയത്. അതവൾക്ക് അത് ഉണ്ടാവുമല്ലോ ആ ചോരയില്. ശരി കേട്ടോ, എന്നാ ഞാൻ പോകട്ടെ, ഇത്തിരി പണിയുണ്ട് അടുത്തത്. ഇതാ മോളെ ഫോണ് വന്നു. ഹലോ മോളെ, ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞിട്ട് നാവങ്ങ് വായിലിട്ടേ ഉള്ളൂ. ചെമ്പകശേഷനോട് എന്തുണ്ട് വിശേഷം? എന്ത് ചെയ്യുന്നു? ഇന്നലെ കഴിച്ചോ? എന്ത് നാട്ടിലേക്ക് വരുന്നുണ്ടെന്നോ? എന്താ മോളെ, നീയല്ലേ പറഞ്ഞു 1.5 മാസം കഴിഞ്ഞേ വരില്ലൂന്ന്? പിന്നെന്തേ പെട്ടെന്ന്? ഞങ്ങൾ അങ്ങോട്ട് വരാൻ നിൽക്കുക. എന്ത്, നിന്റെ അമ്മായിമ്മ വീണുന്നോ? ബാത്റൂമിൽ വഴിക്ക് വീണതാ?
അല്ല, നിന്റെ അമ്മായ ബാത്റൂമിൽ വഴക്കി വീണ് പറഞ്ഞു നീ എന്തിനിങ്ങോട്ട് വരുന്നത്? ഈ ബാംഗ്ലൂർ കിടക്കുന്നവള്. എന്റെ മോളെ, നീ മര്യാദക്ക് അവിടെ ഇരുന്ന് പണിയെടുക്ക്. നിന്നെ കാണാൻ ഞാനും അച്ഛൻ 2 ആഴ്ച ഞങ്ങോട്ട് പറഞ്ഞ് നിൽക്കുക. എന്തൊക്കെ ഈ പെണ്ണ് പറയണ അങ്ങോട്ട് പറഞ്ഞു ഒന്നും അവള് കേൾക്കില്ലാലോ. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഇതല്ലേ ഇപ്പൊ ബാത്റൂമിൽ നിന്നപ്പോ വീണ്? എന്ത് കഷ്ടമാണപ്പോ. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം തികച്ചായിട്ടില്ല. പെണ്ണ് അമ്മായിമ്മ ജീവനെ കളയല്ലേ. ഓ, ഈ അമ്മായിമ്മ തള്ള എന്റെ മോൾക്ക് എന്ത് കൈവശം കൊടുത്തോ ദൈവമേ. എന്നോട് പോലും ഇത്ര സ്നേഹമില്ലല്ലോ ആ പെണ്ണിന്. എങ്ങനെ പറഞ്ഞ മനസ്സിലാക്കുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യാ മനുഷ്യ? നിങ്ങൾ വരുന്നില്ലേ? പെണ്ണ് ബാംഗ്ലൂരിൽ നിന്ന് 10-15 ദിവസമായി. ഇന്ന് വരെ ഇവിടെ തിരിഞ്ഞു നോക്കാൻ വന്നിട്ടില്ല. ഞാനിട്ട് വിളിച്ച ഫോണും എടുക്കുന്നില്ല. അന്ന് അച്ഛനും അമ്മയും എന്ത് ചെയ്യണം പറഞ്ഞൊന്ന് നോക്കിയിട്ട് പോകണ്ടേ? അല്ലെ വിളിച്ചു ചോദിക്കണ്ടേ? ഞാനിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നില്ല അവളെ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞേക്കും, അല്ലെങ്കിൽ കയ്യോട് ഞാനിട്ട് കൂട്ടിയിട്ട് വരും. നിങ്ങളൊന്ന് വന്നേ. ഇവരൊക്കെ വിളിച്ചു പറയുന്നത് ഞാൻ അന്ന് വീണെന്ന് പറഞ്ഞില്ലേ കാണാൻ പോവാന്ന്. അപ്പൊ നീ പോന്ന എന്തിനു ഞാൻ പോകുന്നു? നിങ്ങളുടെ മോളല്ലേ ബാംഗ്ലൂരിൽ ജോലിയും കളിച്ച് അമ്മായിമ്മ കൊണ്ട് അവിടെ ഇരിക്കുന്നത്. നമ്മളെ വീട് സപ്പോർട്ട് ചെയ്യണം. നോക്കുമോളെ പറഞ്ഞപ്പോൾ ഇരിക്കണോ? തന്നെ നിങ്ങളിപ്പോൾ വരുന്നോ? ഞാൻ പോകുക. വരുന്നില്ലെങ്കിൽ അങ്ങ് അവിടെ ഇരുന്നോളി. ഞാനിപ്പോൾ കയ്യോട് അവളുടെ ഇങ്ങോട്ട് വരും. നിങ്ങൾ നോക്കിക്കോളെ. ആഹാ, അങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടിപ്പോ എന്തിനാ പോകുന്നത്? എന്റെ മോളുടെ ഉള്ള സാമാനം കെടുത്താൻ പോകുക. ഇവിടെ ഇരുന്നു. കിടക്കുകയാണോ ഇപ്പോ? മോളെ, ഇനിയിപ്പോ കൈ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനായോ? ശരി അമ്മ എന്നാ റെസ്റ്റ് എടുക്ക്. ഞാൻ പോയി കഞ്ഞി എടുത്തിട്ട് വരാം. ഉച്ചയ്ക്ക് മരുന്ന് കഴിക്കണ്ടല്ലേ? കിടന്നോ. അമ്മേ. ആ മോളെ, എണീക്ക് ബാ, കഞ്ഞി കുടിക്കാം ബാ. സമയമായി, ഗുളിക ഉണ്ട് ഉച്ചയ്ക്ക്. പതിയെ എണീച്ചോ. ഞാൻ കഴിക്കാം മോളെ. വേണ്ട അമ്മേ, കയ്യിൽ കെട്ടയച്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ചെയ്യണ്ട. ഒരാഴ്ചയും കൂടെ ഞാൻ തന്നെ നന്നായി നോക്കാം. ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ. പിന്നെ റെഡി ആയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇതൊക്കെ ചെയ്യാലോ, തന്നെ ചെയ്യാൻ ഒരു പ്രാപ്തി ആവുമല്ലോ. ഓ, അമ്മ നമുക്ക് ചോറും പാരി കൊടുത്തിരിക്കുകയാണ്. എടീ, ആ അമ്മ വന്നോ? എന്താ അമ്മേ, അമ്മ വീണ്ടും എത്രയായി? എന്നിട്ട് ഇപ്പോഴാണോ വരുന്നേ? നീ വന്നിട്ട് ദിവസം എത്രയായി ബാംഗ്ലൂരിൽ നിന്ന്? നീ ഒന്ന് വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ വന്നോ? നിന്നെ പ്രസവിച്ച് വളർത്ത അച്ഛനും അമ്മയും അല്ല അവിടെ ഇരിക്കുന്നത്. കോരത്തം കെട്ടവളെ. എന്താ അമ്മേ? ഋതു, നീ ഒന്നും ഇങ്ങോട്ട് വാ. അമ്മ കിടക്ക്, ഞാൻ ഇപ്പം വരാം. നിനക്കെന്താടി വല്ല ഭ്രാന്തും ഉണ്ടോ? നീ എൻ്റെ അമ്മായ വീണു, കൈ മുറിഞ്ഞു, കാല് മുറിഞ്ഞു പറഞ്ഞിട്ട് നീ ജോലിയും കഴിഞ്ഞ് ആ പെണ്ണുങ്ങളെ നോക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക. നീ ജോലി പോകട്ടെ അല്ലേ? നീ പെണ്ണ് വിവരം കേട്ടതേ. നിന്റെ ഭർത്താവ് ജോലിക്ക് പോകുന്നില്ലേ? നിന്റെ അമ്മൻസൻ ജോലിക്ക് പോകുന്നില്ലേ? അതുപോലെ തന്നെ നിന്റെ ജോലിയും. അവരുടെ അടുത്ത് ഇന്ന് നോക്കാൻ പറയേ. നീ നോക്കണ്ട, നീ പോകാൻ നോക്ക് ബാംഗ്ലൂരിലേക്ക്. അല്ലെങ്കിലോ നീ കയ്യോടും എൻ്റെ കൂടെ വാ. അമ്മേ ഒന്ന് പതുക്കെ പറയും. അമ്മ അവിടെ ഇല്ലേ? അമ്മ കേൾക്കൂലേ? കേൾക്കട്ടെ, കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ പറയുന്നത്. അല്ലേ അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തോണ്ടല്ലേ? അച്ഛനും ഏട്ടനും ചെയ്യുന്നതിനൊരു പരിധിയില്ലേ? അമ്മേനെ കുളിപ്പിക്കണം, മുടി കെട്ടി കൊടുക്കണം, ഭക്ഷണം വാരി കൊടുക്കണം. നിനക്ക് ഇതാണോ പണി? കല്യാണം കഴിഞ്ഞ് 3 മാസം നമുക്ക് അമ്മായിമ്മനെ നോക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. 1 വർഷം തികച്ചായിട്ട് നീ പോകട്ടെ പറയാം. എനിക്ക് എല്ലാം കൂടി അങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് മൃദു. നീ ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? എൻ്റെ കൂടെ വരുന്നോ? അമ്മ എന്തൊക്കെ ഭ്രാന്തായി പറയുന്നേ? ഇതിപ്പോ അമ്മയ്ക്കാണ് സംഭവിച്ചെങ്കിൽ ഞാൻ ലീവ് എടുത്ത് വരില്ലേ? എന്തൊരു കഷ്ടകാലത്തിലാണ് ആവോ. കൊച്ചച്ഛൻ കൊണ്ടുവന്ന കല്യാണമാണ്, നല്ല കല്യാണമാണ് പറഞ്ഞിട്ട് എൻ്റെ ദൈവമേ, എൻ്റെ മോളെ ഞാൻ ഈ ചതിക്കുഴിയിലാണല്ലോ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. നീ എന്തോ ചെയ്യും, നരകിച്ചവിടെ ഇരുന്നിട്ട്. ഞാൻ പോകുക. ഈ അമ്മയ്ക്ക് എന്താ ഇങ്ങനത്തെ ഒരു സ്വഭാവം? മോളെ, ഞാൻ പറഞ്ഞില്ലേ മോള് ജോലിയും കഴിഞ്ഞ് ഇരിക്കണ്ടെന്ന്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന് അമ്മനെ കണ്ടു കഴിഞ്ഞ് മോൾക്ക് പോകായിരുന്നു. ആരെങ്കിലും ഒരാളെ പണിക്ക് വിട്ടാൽ പോരെ? അവരമ്മനെ നോക്കില്ലേ?
അമ്മയ്ക്ക് പല വിഷമങ്ങളും ഉണ്ടാവും മോളെ, അത് കാരണമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത്. അമ്മ എന്തോ പറഞ്ഞു പൊക്കോട്ടെ, അതൊന്നും അമ്മ മനസ്സിലെടുക്കണ്ട. ഞാൻ ഏട്ടന്റെ ഭാര്യയായിട്ട് എന്നും ഇവിടെ വന്നു. ഇവിടുത്തെ അച്ഛനമ്മ എൻ്റെ സ്വന്തം അച്ഛനമ്മയും പോലെ തന്നെയാ. നിങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്തേ ഏട്ടനെ പോലെ തന്നെ എനിക്കും ഉണ്ട്. ഞാൻ എൻ്റെ കടമയെ ചെയ്യുന്നുള്ളൂ. പിന്നുണ്ടല്ലോ അമ്മേ, ഡോക്ടർ പറഞ്ഞില്ലേ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട്. ഞാനൊന്ന് അന്വേഷിക്കേണ്ട. എൻ്റെ ഫ്രണ്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏട്ടനും അച്ഛനോടും പറഞ്ഞിട്ട് നമുക്ക് നാളെ തൊട്ട് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. വഞ്ചേ നീ ഓ, മോളെ കാണാൻ പോയിട്ട് വന്നല്ലോ. എന്തുണ്ട് അവിടുത്തെ വിശേഷം? ഈ വഞ്ചേ നമ്മുടെ മോളെ കുറിച്ചിട്ട് ആ ചുറ്റുവട്ടിൽ എന്തോ അഭിപ്രായ, നല്ല അഭിപ്രായ. അത് കേട്ടത് എൻ്റെ മനസ്സ് നിറഞ്ഞുപോയി. അതെന്താ? മോളെ കാണാൻ പോകുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സ് നിറയുന്ന വർത്തമാനം അവിടുത്തെ ആൾക്കാർ എന്താ പറഞ്ഞത്? ആൾക്കാരെ പറയാ ഗോകുലിന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയിരുന്നു. ആരെ കുറിച്ചാ? നമ്മുടെ മോളെ കുറിച്ചാ. ഇന്നത്തെ കാലത്തെ ഇങ്ങനത്തെ പെൺകുട്ടികൾ ഉണ്ടോ എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. അതിനിപ്പോ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മോളെ പൊക്കിയൊന്നും പറയണ്ട. എൻ്റെ അതേ സ്വഭാവം എൻ്റെ മോൾക്ക്. ഞാനല്ലേ അവളെ വളർത്തിയത്. അപ്പൊ അതിന്റെ ഒരു ഗുണം അവൾക്ക് ഉണ്ടാവുമല്ലോ. നിന്റെ ഗുണമല്ലേ, എൻ്റെ അമ്മന്റെ സ്വഭാവം എൻ്റെ മോൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടേ അവരുടെ കുടുംബത്തിന് സമാനമായി. അവളുടെ അമ്മയെ എണിച്ച് നടക്കും ഇപ്പോ. അങ്ങനെ ആ ചുറ്റുപാടുള്ള ആൾക്കാരുടെ ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾ അങ്ങ് തട്ടിയെടുക്കണ്ട. ഞാനൊന്ന് പോയിട്ട് വരാം. അവളുടെ അമ്മായിയമ്മനൊന്ന് കണ്ട പോലെ ആ ചുറ്റുപാടുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ടും വരാം. കേട്ടോളി, ഞാനൊന്ന് പോവുകയാണേ. ഭക്ഷണമൊക്കെ ആക്കിയിട്ട് എടുത്ത് കഴിക്കും. ഇവിടെ മോളുടെ അമ്മനും കാണാൻ പോവല്ല, ഇവിടെ പൊങ്ങച്ചം കാണിക്കാൻ പോവാ. അമ്മ പതുക്കെ നടന്നു കേട്ടോ, പേടിക്കണ്ട. കാല് നല്ലപോലെ നേരെ വെച്ച് നടക്കണം എന്നല്ലേ തെറാപ്പി എന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെ. അത് തെറാപ്പി ചെയ്യുന്നതിന്റെ ഗുണാ. എന്നും 2 നേരം വെച്ചിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, കിടക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. റെഡിയാ. ഇവിടെ പോയി. ഇവിടെയാ? അയ്യോ, അമ്മയും മോളും കൂടിയിട്ട് അമ്മ നടക്കാൻ തുടങ്ങിയില്ലേ മോളെ? ഞാനും പ്രതീക്ഷിച്ചില്ല അമ്മ ഒറ്റയ്ക്ക് ഇത്ര പെട്ടെന്ന് അമ്മ നടക്കും എന്നുള്ള കാര്യം. നന്നായി ചേച്ചി, എന്തായാലും ഇങ്ങനെ കണ്ടല്ലോ നിങ്ങളെ, അതെന്നെ വലിയ കാര്യം. എനിക്ക് അന്ന് വന്ന് പോയിട്ട് എൻ്റെ മോളെ ഒരു സമാധാനം പറയണത് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അപ്പൊ അച്ഛൻ വന്നിട്ടപ്പോ അമ്മനെ കണ്ടു, അമ്മ നടക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഒരു സെക്കൻഡ് എനിക്ക് അങ്ങ് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഞാൻ അങ്ങ് പോകട്ടെ, ആ ചേച്ചിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ഓടി വന്നതാ. എന്തെല്ലാം വഴിപാടും പ്രാർത്ഥനയും ഞാൻ നടത്തി അറിയോ എൻ്റെ അമ്മ ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. സന്തോഷമായി, എൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞു മോളെ, നിറഞ്ഞു. എൻ്റെ മോൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരും. അത്ര നന്നായിട്ടില്ല നിന്റെ അമ്മനെ നോക്കുന്നു നീ. അമ്മ ഇരിക്കി. കുറേ ആപ്പിളും ഫ്രൂട്ട്സും എന്തെല്ലോ വാങ്ങിക്കണം പറഞ്ഞിട്ട് വന്നതാ. പിന്നെ ഒരേ വിചാരമായി എങ്ങനെയെങ്കിലും ഇവിടെ എത്തി നിങ്ങൾ രണ്ടാളേക്ക് ഒന്ന് കണ്ടാൽ മതിയെന്ന്. അങ്ങനെ ഒക്കെ മറന്നു മോളെ വാങ്ങാൻ. പിന്നെ മരുമോനും അച്ഛനൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടാവും അല്ലേ? പോകട്ടെ പോകട്ടെ. പിന്നെ ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച ബാംഗ്ലൂർ പോകും. അമ്മ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ തുടങ്ങിയല്ലോ. അച്ഛനും ഏട്ടനും ഭയങ്കര മനസ്സമാധാനം ഉണ്ടാവും ഇപ്പോൾ. ചേച്ചി, എൻ്റെ മോൾ എന്നെ പൊന്നു പോലെയാ നോക്കിയത്. എന്നെ ഒന്നും ചെയ്യാനായിട്ടില്ല. കുളിക്കാൻ കുളിമുറി പോയ കൂടെ വന്ന് മേലൊക്കെ തുടച്ചു തരും. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അമ്മായിയമ്മ എന്തെങ്കിലും പറയോ, അല്ലെങ്കിൽ അമ്മാർച്ച് എന്തെങ്കിലും പറയോ, എന്തെങ്കിലും അവരുടെ വായിന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നിനെ ഡബിളാക്കി പറഞ്ഞ് ഭർത്താവിനെയും കൂട്ടി വേറെ താമസം മാറ്റുന്ന പെൺകുട്ടികളായിരുന്നു ഭൂരിപക്ഷവും നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങുള്ള സ്ഥാനത്ത് എനിക്ക് ഇത്രയും നല്ലൊരു മോളെയല്ലേ ദൈവം തന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അഭിമാനിക്കുക. എൻ്റെ മോൾക്ക് എല്ലാ അനുഗ്രഹം ദൈവത്തിന്റെ. കുടുംബക്കാർക്കൊക്കെ മോളെ കുറിച്ച് പറയാനേ 100 നാവാ. സ്വന്തം അച്ഛനമ്മമാരെ പോലും നോക്കാത്ത കാലത്ത് മരുമോള് അമ്മായിയമ്മൻ ഇങ്ങനെ നോക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട്, കല്യാണം കണ്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ, 1 വർഷം പോലും തികച്ചായിട്ടില്ലല്ലോ. എൻ്റെ മോള് നാട്ടിലെ എല്ലാ പെൺകുട്ടികൾക്കും ഒരു മാതൃകയാവട്ടെ.